ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ ആശീർവദിക്കുന്ന അനുഗ്രഹിക്കുന്ന കരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ നിയോഗങ്ങളിലും എല്ലാം അവിടുന്ന് സമൃദ്ധമായി വർഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി സദാസമയം ഈശോയുടെ പക്കൽ മധ്യസ്ഥം വഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മേ, കൂടുതൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സമൂഹങ്ങളെയും എല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കുവാൻ ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ അർഹരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ ദണ്ഡവിമോചനത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപായി ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ സമയം നമുക്ക് ദണ്ഡവിമോചനം എന്താണെന്ന് കാണാം. നമ്മളറിയാം, പാപത്തിന് 2 തരം ശിക്ഷയുണ്ട്. ഒന്ന് നിത്യശിക്ഷ, 2 കാലിക ശിക്ഷ. നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നിത്യശിക്ഷയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. നമ്മൾ മരിച്ചാലും നരകത്തിൽ പോവില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും കാലിക ശിക്ഷ, താൽക്കാലിക ശിക്ഷ അല്ലെങ്കിൽ കടങ്ങളുടെ പൊറുതി എന്നുള്ളൊരു കർമ്മമുണ്ട്. ഏത് പാപം ചെയ്താലും ആ കടങ്ങളുടെ പൊറുതിയിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ തന്നെ പരിഹാരം ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമ്മൾ ജപമാല ചെല്ലണം, കരുണക്കൊന്ത ചെല്ലണം, കുരിശിൻ്റെ വഴി, പരിത്യാഗ പ്രവർത്തികൾ, ദാനധർമ്മം, തീർത്ഥാടനം, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്യണം. നിങ്ങൾ ചോദിക്കും, ഈശോ കുരിശിൽ ചിന്തിയപ്പോൾ എല്ലാ പാപത്തിനും പരിഹാരമായില്ലേ? എല്ലാ പാപത്തിനും ഈശോ പരിഹാരം ചെയ്തെങ്കിലും നമ്മൾ ചെയ്ത പാപത്തിന് നമ്മൾ തന്നെ കടങ്ങളുടെ കൊടുത്തിട്ട് നമ്മൾ പരിഹാരം ചെയ്തേ പറ്റുകയുള്ളൂ. ഉദാഹരണമായിട്ട്, നമ്മൾ 2 സ്നേഹിതന്മാർ തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു. പക്ഷേ എന്തോ കാരണത്താൽ അവർ പിണങ്ങിയതിന് ശേഷം ആ സ്നേഹിതനെ കുറിച്ച് ഞാൻ ഒരുപാട് ദുർഗുണങ്ങളല്ല, അദ്ദേഹത്തിന് ഇല്ലാത്തതുള്ളതുമെല്ലാം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സൽപ്പേര് മുഴുവൻ കളഞ്ഞു. അവസാനം അദ്ദേഹത്തിൻ്റെ മനം മടുത്തു, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കൂട്ടുകാരൻ തൻ്റെ സൽപ്പേര് മുഴുവൻ പോയല്ലോ എന്നോർത്ത്. കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പശ്ചാത്താപം ഉണ്ടായത്. എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അവൻ്റെ ജീവൻ ഞാൻ മുഴുവൻ നഷ്ടപ്പെട്ടല്ലോ. നമ്മൾ എത്ര പരിഹാരം ചെയ്ത് എത്ര കുമ്പസാരിച്ചാലും ആ നഷ്ടപ്പെട്ടു പോയ ജീവൻ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. നമ്മൾ പരിഹാരം ചെയ്തേ പറ്റുള്ളൂ. ആ കുടുംബത്തിൽ ചെന്ന് അവർക്ക് എന്തെങ്കിലും, അവരുടെ വീട്ടുകാരൻ മരിച്ചതിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ പരിഹാരം ചെയ്തെങ്കിലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. 1999 സെപ്റ്റംബർ 29 വിശുദ്ധ ജോൺ പോൾ II അദ്ദേഹം പറയുകയാണ്, കുമ്പസാരത്തിൻ്റെ കൗദാശിക ആഘോഷത്തിന് ശേഷവും പാപം സൃഷ്ടിച്ച നിഷേധാത്മക ഫലങ്ങളിൽ നിന്നും നാം മോചനം നേടണം. പാപം ചെയ്യുമ്പോൾ ഒരു നിഷേധാത്മക, ഒരു നെഗറ്റീവ് പവർ നമ്മളിലുണ്ടാകും. അതിൽ നിന്നും നമ്മൾ മോചനം നേടണമെങ്കിൽ നമ്മൾ പരിഹാരം ചെയ്തേ പറ്റുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന എല്ലാ പാപത്തിനും ഈശോയുടെ സന്നിധിയിൽ നാം കണക്ക് ബോധിപ്പിക്കണം. ഹെബ്രായർ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹെബ്രായർ 4:13 പറയുകയാണ്, ഹെബ്രായർ 4:13, അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. കർത്താവിൻ്റെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ ശോഭയേറിയതാണ്. അവിടുത്തെ സന്നിധിയിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്, ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അപ്പോൾ കുമ്പസാരത്തിലൂടെ നാം പാപമോചനം നേടിയാലും കടങ്ങളുടെ മോചനം നേടാതെ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ കാലിക ശിക്ഷയിൽ നിന്നും അല്ലെങ്കിൽ കടങ്ങളുടെ പൊറുതിയിൽ നിന്നും മോചനം നൽകാൻ സഭ നൽകുന്ന ഒരു പ്രധാന ആനുകൂല്യമാണ് ദണ്ഡവിമോചനം. സഭ നമുക്ക് നൽകുന്ന, ഈശോയ്ക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ സഭ നൽകുന്ന ഒരു വലിയ ആനുകൂല്യമാണ് ദണ്ഡവിമോചനം. ദണ്ഡം എന്ന് പറഞ്ഞ പാപമോചനം. ഇപ്പോൾ സഭയുടെ ആത്മീയ സമ്പത്തിൽ നിന്നും സഭാമക്കൾക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണിത്. ഒരിക്കൽ ഒരു കരുണയുടെ തിരുനാൾ ദിനത്തിൽ, നമുക്കറിയാം കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചതേ ഉള്ളൂ, പുതു ഞായറാഴ്ചയാണ്.
കരുണയുടെ വലിയ മധ്യസ്ഥയായ ഫൗസ്റ്റീന പുണ്യവതി കരുണയുടെ ജപമാല, ഈ കരുണയുടെ തിരുനാൾ ദിനത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറയുകയാണ്, എൻ്റെ സഭയുടെ ഭണ്ഡാകാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക. എൻ്റെ സഭയുടെ ഭണ്ഡാകാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക. അവർ സഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ നിന്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ കൂടെ കൂടെ അവർക്കായി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവരുടെ കടം വീട്ടുമായിരുന്നു. അവർ സഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നെങ്കിൽ, കഴിഞ്ഞ ശുദ്ധീരാത്മാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവർ സഹിക്കുന്ന വേദനകൾ, ആ ചൂടിൻ്റെ കാഠിന്യം. അപ്പോൾ അവർ സഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ എല്ലാം അതിനു വേണ്ടി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവരുടെ കടം വിട്ടുമായിരുന്നു. എൻ്റെ സഭയുടെ ഭണ്ഡാകാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും, സഭയ്ക്കൊരു വലിയ പുണ്യങ്ങളുടെ നിക്ഷേപമുണ്ട്. ഒരു വലിയ, നമുക്ക് ബാങ്കിൽ 5-6 ലക്ഷം രൂപ കിടക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിൻവലിക്കുന്നത് പോലെ സഭയ്ക്കും ഒരു വലിയ പുണ്യങ്ങളുടെ നിക്ഷേപം. അതിനകത്ത് ഇങ്ങനെ എത്ര വേണം നമുക്ക് കോരിയെടുത്താലും ആ പുണ്യങ്ങളുടെ നിക്ഷേപം തീരുന്നില്ല. എങ്ങനെയാണ് സഭയിൽ ഈ പുണ്യങ്ങളുടെ നിക്ഷേപം? അതൊരു അക്ഷയ നിധിയാണ്, എത്ര കോരിയെടുത്താലും തീരുകയില്ല. അപ്പോൾ തിരുസഭയുടെ ഈ ഭണ്ഡാകാരം ഒരു അക്ഷയ നിധിയാണ്. അളവില്ലാത്ത കൃപകളാൽ ആ അക്ഷയ നിധി നിറഞ്ഞിരിക്കുകയാണ്. ഈ അളവില്ലാത്ത കൃപ എവിടെ നിന്ന് വരുന്നു? ആദ്യമായിട്ട് ഈ അക്ഷയ നിധി വരുന്നത് ഈശോയുടെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഇവയിലൂടെ ഈശോ നേടിയ യോഗ്യതകൾ. നമുക്കറിയാം ഈശോയുടെ പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയൊക്കെ ഈശോ നേടിയ യോഗ്യതകൾ ലോകത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും. അതായത് ഒരു ദിവസം 5 ലക്ഷം പരിശുദ്ധ കുർബാനകളാണ് അർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈശോയുടെ ആ തിരുരക്തം ഒരു കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈശോ പീഡാനുഭവ സമയത്ത് സഹിച്ച വേദനകൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അത്രമാത്രം വേദനകളാണ് ഈശോ സഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം ഒരു വലിയ യോഗ്യതയായിട്ട് തിരുസഭയിലെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ പരിശുദ്ധ അമ്മ, ആത്മശരീര വിശുദ്ധിയോടെ ജീവിച്ച അമ്മ സഹിച്ച ത്യാഗങ്ങളും അർപ്പിച്ച പ്രാർത്ഥനകളും എല്ലാം തിരുസഭയിൽ ഇങ്ങനെ ഒരു രീതിയായിട്ട് കിടക്കുകയാണ്. 12 അപ്പസ്തോലന്മാര്, അവർ 11 പേരും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. അവരർപ്പിച്ച പ്രാർത്ഥനയും സഹിച്ച ത്യാഗവും പീഡനവും എല്ലാം സഭയിൽ ഇങ്ങനെ ഒരു നിധിയായിട്ട് കിടക്കുകയാണ്. നമുക്കറിയാം ആദിമ സഭയിൽ ഒരു പുസ്തകം വായിച്ചപ്പോൾ കണ്ടതാണ്, ഒരു 250 വർഷത്തോളം ഒരു 9 ചക്രവർത്തിമാർ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഡയക്ലീഷ്യൻ, നീറോ, ഡയമിഷ്യൻ ചക്രവർത്തി, അങ്ങനെ ചക്രവർത്തിമാർ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നത്? ഈ റോമിലെ കൊളോസിയത്തിനകത്ത് മല്ലന്മാരും അവിടെ സിംഹങ്ങളെയും കടുവയും പുലിയും എല്ലാം തീർന്നുവിടും. അപ്പോൾ കൂട്ടിൽ നിന്ന് അവരെ ഇറങ്ങി വരുമ്പോൾ അവർക്ക് 2 ദിവസം ഭക്ഷണം കൊടുക്കാതെ അവരെ ഇറക്കി വിടും. എന്നിട്ട് ക്രിസ്ത്യാനികളെ അവിടത്തേക്ക് ഇട്ടു. അവർ വരുമ്പോൾ കടിച്ചു കീറി തിന്നും. അത് കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ വേണ്ടി അവിടെ, അല്ലെങ്കിൽ മല്ലന്മാർക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ കാളയുടെയും പൂത്തിൻ്റെയൊക്കെ വാലയിൽ അവരെ കെട്ടിയിട്ട് അവരിങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ അവരെ ശരീരം മുഴുവനും തുണി ചുറ്റി പെട്രോൾ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വഴിവിളക്കുകളായിട്ട് പച്ചയ്ക്ക് അവരെ കത്തിച്ച് നിർത്തും. എന്നാലും ക്രിസ്ത്യാനികൾ ആരും പ്രതികരിക്കാതെ അവർ ഈ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ശാന്തതയോടെ ഈ മരണം കൈവരിക്കുന്നത് കണ്ടുകൊണ്ട് കുറേ വിജാതീയരും അവരെ വധിക്കാനിരുന്ന ആരാച്ചാരന്മാരൊക്കെ പറയുന്നുണ്ട്, ഇവർ മരിച്ചതുപോലെ ഞങ്ങൾക്ക് മരിക്കണം, ഇവരുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്കും പോകണം. അങ്ങനെ ആദിമസഭയിൽ ഇഷ്ടം പോലെ രക്തസാക്ഷികൾ ഉണ്ടായി. ആ 250 വർഷം കൊണ്ട് 1 കോടി 10 ലക്ഷം ആത്മാക്കളാണ് ഈശോയ്ക്ക് വേണ്ടി മരണപ്പെട്ടത്, രക്തസാക്ഷികളായത്. അപ്പോൾ അവരുടെ എല്ലാം രക്തസാക്ഷികളുടെ എല്ലാം പുണ്യയോഗ്യതകൾ സഭയിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ സ്വർഗത്തിൽ പേര് വിളിച്ചിട്ടില്ലാത്ത ഇഷ്ടംപോലെ വിശുദ്ധരുണ്ട്. അവരുടെ പ്രാർത്ഥനകളും എല്ലാം ഈ സഭയിൽ ഇങ്ങനെ ഒരു വലിയ അക്ഷയനിധിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ പുണ്യയോഗ്യതകളെല്ലാം കൂടെ അതിനകത്ത് ഇങ്ങനെ നമുക്ക് കുറേശ്ശെ കോരി തരുന്നതിനാണ് ദണ്ഡവിമോചനം തരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തരാനുള്ള അവകാശം വിശുദ്ധ പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പമാർക്കാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദണ്ഡവിമോചനം സ്വീകരിക്കും മാർപ്പാപ്പയുടെ ആശീർവാദം എന്നാണ് പറയുന്നത്, മാർപ്പാപ്പയുടെ ആശീർവാദം. അപ്പോൾ പ്രധാനമായിട്ടും ദണ്ഡവിമോചനം 2 തരമുണ്ട്: പൂർണ്ണ ദണ്ഡവിമോചനം, ഭാഗിക ദണ്ഡവിമോചനം. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ കുമ്പസാരത്തിലൂടെ, ഞാൻ പറഞ്ഞു കുമ്പസാരത്തിലൂടെ പാപം മോചിച്ചാലും താൽക്കാലിക ശിക്ഷ അല്ലെങ്കിൽ കടങ്ങളുടെ പൊതി അവിടെ കിടക്കും. അപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനത്തിലൂടെ കുമ്പസാരത്തിലൂടെ മോചിക്കപ്പെട്ട പാപങ്ങളുടെ
താൽക്കാലിക ശിക്ഷ പൂർണ്ണമായും ഇഴച്ചു കിട്ടി ശുദ്ധീകരണ സ്ഥലത്തിൽ പരിഹാരം ഒട്ടും ആവശ്യമില്ലാത്ത വിധം നാം ശുദ്ധീകരിക്കപ്പെടുന്നു. ഇങ്ങനെ പറയാം, പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുന്ന ദിവസം നമ്മൾ മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുന്നു. ഭാഗിക ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഭാഗികമായ ദണ്ഡവിമോചനമുണ്ട്. കുരിശടയാളം വരയ്ക്കുക, സുഹൃദേവൻ ചെല്ലുക, പരിശുദ്ധ രാജ്ഞി, എത്രയും ദയയുള്ള മാതാവേ, ജപമാല, കുരിശിൻ്റെ വഴി, കരുണക്കൊന്ത, ഇതിനെല്ലാം നമ്മൾ അർപ്പിക്കുന്ന എല്ലാത്തിനും ഭാഗിക ദണ്ഡവിമോചനമുണ്ട്. ഈ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാൻ കുറേ വ്യവസ്ഥകളുണ്ട്. പ്രധാനമായിട്ട് 3 വ്യവസ്ഥകളാണ് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാൻ വേണ്ടത്. ഒന്ന്, അന്നത്തെ ദിവസം കുമ്പസാരിച്ചിരിക്കണം. ദണ്ഡവിമോചനം സ്വീകരിക്കുന്ന ദിവസം കുമ്പസാരിച്ചിരിക്കണം. രണ്ടാമത്തെ നിബന്ധന, അന്നത്തെ ദിവസം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചിരിക്കണം. മൂന്നാമത്തേത്, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്നായ പിതാവേ, നന്മ നിറഞ്ഞ മറിയും, നിത്യസ്തുതിയും, ഒരു വിശ്വാസ പ്രമാണം ചെല്ലണം. പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങളെല്ലാം, ഒത്തിരി നിയോഗങ്ങളുണ്ടല്ലോ തിരുസഭയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു കൊടുക്കണമെന്ന് പിതാവിൻ്റെ നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദണ്ഡവിമോചനം സ്വീകരിക്കുന്ന അന്ന് ഇനി കുമ്പസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം നമ്മൾ കുമ്പസാരിക്കണം. അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പിലുള്ള ദിവസം നമ്മൾ കുമ്പസാരിച്ചിരിക്കുന്ന ദിവസമായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആത്മാവ് പ്രസാദപരാവസ്ഥയിലായിരിക്കണം. പാപമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ലഘുപാപങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും അനുതാപവും എളിമയുമുള്ളൊരു ഹൃദയത്തോടെ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ, പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ: ഒന്ന്, കുമ്പസാരിച്ചിരിക്കണം. അന്ന് കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനടുത്ത ദിവസമെങ്കിലും കുമ്പസാരിച്ചിരിക്കണം. രണ്ടാമത്തേത്, അന്നത്തെ ദിവസം പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചിരിക്കണം. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കണം. ഇനി ആർക്കാണ് ഈ ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കുക? മരിച്ചു പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പൂർണ്ണ ദണ്ഡവിമോചന ഉദാഹരണം പറഞ്ഞാൽ, അച്ഛന്മാരുടെ ഓർഡിനേഷനിൽ പുത്തൻ കുർബാനയെ സംബന്ധിച്ചാൽ അന്ന് പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. അപ്പോൾ ഏത് ദണ്ഡവിമോചനം സ്വീകരിച്ചാലും നമ്മൾ നിയോഗം വയ്ക്കണം. അപ്പോൾ ഇതൊരു പുത്തൻ കുർബാനയെ ഞാൻ സംബന്ധിച്ചു, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മരിച്ചുപോയ അപ്പച്ചൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ ഈ ദണ്ഡവിമോചനം സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം, എൻ്റെ കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി ഞാൻ ഈ ദണ്ഡവിമോചനം സ്വീകരിക്കുന്നു. എൻ്റെ ആങ്ങളുടെ മോളുടെ OET പരീക്ഷയാണ്, അത് ജയിക്കാൻ വേണ്ടി ഞാൻ ഈ ദണ്ഡവിമോചനം സ്വീകരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് നിയോഗം വയ്ക്കാൻ സാധിക്കില്ല. മരിച്ചു പോയവർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുമേ ഈ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ദിവസം ഒരു പൂർണ്ണ ദണ്ഡവിമോചനം മാത്രമേ ഒരാൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഓർക്കണം, ഒരു ദിവസം ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ഒരു പ്രാവശ്യം മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ദണ്ഡവിമോചനം ഉള്ളതും കൂടെ നമുക്ക് നോക്കാം. ഈസ്റ്ററിനും ക്രിസ്മസിനും പരിശുദ്ധ പിതാവ് റോമിൽ നിന്നും ലോകത്തിന് മുഴുവൻ നൽകുന്ന ഒരു ആശീർവാദമുണ്ട്. ഉർബി എത് ഓർബി എന്നാണ് അതിൻ്റെ പേര്. അത് ലോകത്തിൽ എവിടെ ഇരുന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അത് സ്വീകരിച്ചാലും നമുക്കന്ന് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും, ഈസ്റ്ററിനും ക്രിസ്മസിനും. പിന്നെ അടുത്തത് 3 ദിവസമോ അതിൽ കൂടുതലോ ധ്യാനത്തിൽ സംബന്ധിച്ച് ധ്യാനത്തിൻ്റെ അവസാനം അച്ഛന്മാർക്ക് പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദം തരാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ സാധാരണ ധ്യാനമൊക്കെ തീരുമ്പോൾ അവസാനം അഭിഷേകാരാധന എല്ലാം കഴിയുമ്പോൾ അച്ഛൻ പറയും, നമുക്ക് മാർപ്പാപ്പാടെ ആശീർവാദം സ്വീകരിച്ച് ദണ്ഡവിമോചനം സ്വീകരിക്കാമെന്ന് പറയും. അപ്പോൾ ധ്യാനത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടും. ദുഃഖവെള്ളിയാഴ്ച കർമ്മങ്ങളിൽ ആദ്യ അവസാനം പള്ളിയിൽ ആ കർമ്മങ്ങളിൽ പങ്കെടുത്താൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. പുത്തൻ കുർബാന അർപ്പണത്തിൽ അച്ഛന്മാരുടെ പട്ടത്തിൽ സംബന്ധിച്ചാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ആദ്യ കുർബാന സ്വീകരണത്തിൽ, ഇപ്പോൾ ഈ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാണല്ലോ, നമ്മുടെ ഇടവ പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരുടെയൊക്കെ ആദ്യ കുർബാനയെ സംബന്ധിച്ചാൽ അന്ന് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ഇടവക മധ്യസ്ഥൻ്റെ തിരുനാൾ ദിനത്തിൽ നമുക്കൊരു ഇടവക പള്ളിയുണ്ട്. ആ ഇടവ പള്ളിയിൽ ഇടവ മധ്യസ്ഥ പെരുന്നാൾ വരുന്ന ദിവസം വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കുമ്പസാരിച്ച് മാർപ്പാപ്പാടെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ചാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ ജൂൺ 29 പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ. അന്നത്തെ ദിവസം നമ്മുടെ ഇടവ പള്ളിയിലോ ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഈ 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ, അതായത് കുമ്പസാരിച്ചിരിക്കണം, അല്ലെങ്കിൽ അടുത്ത ദിവസം കുമ്പസാരിക്കണം, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കണം, പിന്നെ മാർപ്പാപ്പാടെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കണം.
അരമണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധന നടത്തിയാൽ, ഭക്തിയോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ അരമണിക്കൂർ ആരാധന നടത്തിയാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. അരമണിക്കൂറെങ്കിലും ഭക്തിപൂർവ്വം ബൈബിൾ വായിച്ചാൽ, അരമണിക്കൂർ ഭക്തിപൂർവ്വം ആദരവോടെ സാവധാനം നിർത്തി നമ്മൾ ഭക്തിയോടെ 30 മിനിറ്റ് തുടർച്ചയായിട്ട് ബൈബിൾ വായിച്ചാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. നവംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ സെമിത്തേരിയിൽ പോയി വിശുദ്ധ കുർബാന കണ്ടതിന് ശേഷം സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഓരോ ദിവസം ഓരോ ആത്മാവിനെ കയറ്റിവിടാം. 8 ദിവസം, നവംബർ 1 തുടങ്ങി 8 വരെയുള്ള ദിവസങ്ങളിൽ സെമിത്തേരി സന്ദർശിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ഭക്തവസ്തുക്കളുടെ ഉപയോഗം, നമ്മുടെ മാർപ്പാപ്പായോ മെത്രാണിച്ചിനോ ഒക്കെ വെഞ്ചരിച്ച ജപമാല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 12 അപ്പസ്തോലന്മാരുടെ തിരുനാൾ ദിനത്തിൽ, അറിയാം, പത്രോസ് ശ്ലീഹായുടെ ജൂൺ 29, തോമാസ് ശ്ലീഹായുടെ ജൂലൈ 3, യോഹന്നാൻ ശ്ലീഹായുടെ ഡിസംബർ 27, ഇങ്ങനെയുള്ള 12 അപ്പസ്തോലന്മാരുടെ തിരുനാൾ ദിനത്തിൽ ഈ ജപമാല ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. സമൂഹമായി ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ ദേവാലയത്തിലോ ഭവനത്തിലെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തോ സന്യാസ സമൂഹങ്ങളിലോ ഭക്തസംഘടനകളിലോ ഒക്കെ സമൂഹമായിട്ട് ജപമാല ചൊല്ലിയാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ഇത് ചൊല്ലേണ്ടത് 5 രഹസ്യങ്ങൾ തുടർച്ചയായിട്ട് ചൊല്ലണം, രഹസ്യങ്ങൾ ധ്യാനിക്കണം, രഹസ്യങ്ങൾ ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, സാവധാനം ഭക്തിപൂർവ്വം ചെല്ലണം. അടുത്തത് ഭക്തിപൂർവ്വം കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ, കുരിശിൻ്റെ വഴി സമൂഹമായിട്ട് ഭക്തിപൂർവ്വം ചെല്ലിയാൽ ആ 14 സ്ഥലങ്ങളിലൂടെ സ്റ്റേഷൻസിലൂടെ നമ്മൾ ഭക്തിപൂർവ്വം നടന്ന് ചെന്ന് പ്രാർത്ഥിച്ച് ചെല്ലിയാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ദേവാലയം അല്ലെങ്കിൽ അൽത്താര നവീകരിക്കുമ്പോൾ, നമ്മുടെ ദേവാലയം അല്ലെങ്കിൽ അൽത്താര നവീകരിക്കുമ്പോൾ, പുതുക്കി പണിയൊക്കെ ചെയ്യുമ്പോൾ മെത്രാണിച്ചൻ അത് വെഞ്ചരിക്കാൻ വരുമ്പോൾ ആ വെഞ്ചരിപ്പ് കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. മാമോദിസ വ്രത നവീകരണം, ദുഃഖ ശനിയാഴ്ച നമ്മുടെ എല്ലാ പള്ളികളിലും മാമോദിസ വ്രത നവീകരണമുണ്ട്. ചിലർ വിവാഹ വാർഷികത്തിന് മാമോദിസ വ്രതം നവീകരിക്കാറുണ്ട്, ധ്യാനാവസരങ്ങളിൽ മാമോദിസ നടത്താറുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ, നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന പുതുഞാറാഴ്ച ദൈവകരുണയുടെ തിരുനാളാണ്. അന്നത്തെ ദിവസം നമ്മൾ ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. അപ്പോൾ ഇങ്ങനെ ദണ്ഡവിമോചനങ്ങൾ കുറേയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഭക്തിപൂർവ്വം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ കിട്ടുന്ന ദണ്ഡവിമോചനങ്ങൾ. ഇങ്ങനെ പറയുന്ന ഒരു ദിവസം ഒരു ദണ്ഡവിമോചനം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ നമുക്ക് അരമണിക്കൂർ ബൈബിൾ വായിച്ചാൽ കിട്ടും, ജപമാല ചൊല്ലിയാൽ കിട്ടും, കുരിശിൻ്റെ വഴി അർപ്പിച്ചാൽ കിട്ടും. അപ്പോൾ നമുക്കിത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഓരോരുത്തർക്ക് എൻ്റെ അപ്പച്ചൻ്റെ ആത്മാവിന് കൊടുത്തു, അമ്മച്ചിൻ്റെ ആത്മാവിന് കൊടുത്തു, അങ്ങനെ ഓരോരുത്തർക്കായിട്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കൊടുക്കുക. നമ്മൾ കിട്ടുന്ന ദണ്ഡവിമോചനം ഒന്നും നഷ്ടപ്പെടുത്തരുത്. ഇത് ഞാൻ പറഞ്ഞു, ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് കിട്ടുന്നതെല്ലാം എന്ത് പ്രാർത്ഥിച്ചാലും അതിനെല്ലാം ഭാഗിക ദണ്ഡവിമോചനമുണ്ട്. പിന്നെ വിശുദ്ധ ജൽട്രൂദിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലിയാൽ, ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ 1000 ആത്മാക്കൾ ഒറ്റ പ്രാവശ്യം തന്നെ കയറി പോകുമെന്നാണ് പറയുന്നത്. ആ പ്രാർത്ഥന ഒത്തിരി പേർക്ക് അറിയാവുന്നതാണ്. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടിയും ലോകമെങ്ങുമുള്ള പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലെ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലും ഉള്ളവർക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ 1000 ആത്മാക്കൾ കയറിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിച്ച് അങ്ങനെ നമ്മുടെ ശുദ്ധീരാത്മാക്കളെല്ലാം കയറ്റിവിടാൻ, അവർക്ക് നമ്മൾ മാത്രമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ ഈശോ ഒത്തിരി ആനുകൂല്യങ്ങൾ, എങ്ങനെയെങ്കിലും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പരിശുദ്ധ അമ്മ നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അധികം നാളെ ശുദ്ധീകരണത്തിൽ കിടക്കരുതെന്ന്. അപ്പോൾ അമ്മ എല്ലാ ആദ്യ ശനിയാഴ്ചയും ശുദ്ധീകരണത്തിൽ ഇറങ്ങിച്ചെന്ന് മക്കളെ കയറ്റിക്കൊണ്ടുപോകും, ശുദ്ധരാത്മാക്കളെ കയറ്റിക്കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 15-ാം തീയതി അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗാരോഹണം ചെയ്ത ദിവസം ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മയുടെ സ്വർഗാരോഹണ ദിവസങ്ങളിൽ അമ്മ ശുദ്ധീകരണത്തിൽ എല്ലാവരും കയറ്റിക്കൊണ്ട് പോകും. പക്ഷേ ഒരു കാര്യം, അമ്മ നമ്മുടെ കഴുത്തെ തപ്പി നോക്കുന്നതാണ്, ശുദ്ധരാത്മാക്കളുടെ കഴുത്തിൽ തപ്പി നോക്കുന്നു. അതായത് ഉത്തരീയം ധരിച്ചിട്ടുള്ളവരെ അമ്മ, കഴുത്തിൽ തപ്പി എടുത്ത് തമാശയായിട്ട് പറഞ്ഞായിരിക്കും, ഉത്തരീയം ധരിച്ചിട്ടുള്ളവരെ അമ്മ എത്രയും വേഗം ശുദ്ധീകരണത്തിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകും. ഇതിങ്ങനെയാണ് പറയുന്നത്. കർമ്മല സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പിതാവിൻ്റെ കർമ്മല സഭയുടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ, മുസ്ലിംസിൻ്റെ എന്തോ ഒന്ന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ജൂലൈ 16-ാം തീയതി അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മയുടെ കയ്യിലൊരു തിരുവസ്ത്രം ഉണ്ടായിരുന്നു, അതാണ് ബന്ധിങ്ങായിട്ട് മാറിയത്. ആ തിരുവസ്ത്രം
സൈമൺ സ്റ്റോക്ക് പിതാവിന് കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, ഇത് എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമാണ്. ഇത് ധരിച്ച് മരിക്കുന്നവരെ ഞാൻ അധികം നാള് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടത്താറില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു ഉത്തരീയം വാങ്ങിച്ച് വെഞ്ചരിച്ച് ധരിച്ചാൽ മാതാവിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകും. നിങ്ങൾ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ ജപമാല ധരിച്ചിട്ടുണ്ടല്ലോ, അത് വലിയൊരു സംരക്ഷണമല്ലേ? ശരിക്കും ജപമാല വലിയൊരു ആയുധമാണ്, സംരക്ഷണമാണ്. പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ്, ജപമാല ജപിക്കുവാനും ഉത്തരീയം ധരിക്കുവാനുമാണ്. ജപമാലയുടെ കാര്യം പറഞ്ഞാൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ജപമാല. അൽബിജൻസിൻ പാഷണ്ഡത എന്നൊരു വലിയൊരു പാഷണ്ഡത നമ്മുടെ സഭയിലുണ്ടായപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അകന്നുപോയി. അപ്പോൾ വിശുദ്ധ ഡൊമിനിക്ക് കാട്ടിൽ പോയി ചമ്മട്ടിയൊക്കെ അടിച്ച് സ്വയം പീഡിപ്പിച്ച് പരിഹാരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ തന്നെ ഈ ജപമാല പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ വിശുദ്ധ ഡൊമിനിക്ക് ഈ ജപമാലയും കൊണ്ട് ഓടി വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ജപമാല കൊണ്ട് വരുമ്പോൾ വിശുദ്ധ ഡൊമിനിക്കിന് മുൻപേ മാലാഖമാർ ഓടിച്ചെന്ന് കൂട്ടമണി അടിച്ച് അവിടുത്തെ ഇടവകങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഡൊമിനിക്ക് ഈ ജപമാല പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ പാഷണ്ഡതയിൽ നിന്നും ദൈവജനത്തെ രക്ഷിച്ചു. അപ്പോൾ ജപമാല ജപിക്കുവാനും ഉത്തരീയം ധരിക്കുവാനുമാണ്. ജപമാല ധരിക്കുന്നത് കൊണ്ട് യാതൊരു കുറവുമില്ല, പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണമുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവർ ഉത്തരീയം ധരിച്ചാൽ വിശുദ്ധിയിൽ ജീവിക്കുവാനും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കുവാനും ഒക്കെ അമ്മയുടെ വലിയ ശക്തമായ സാന്നിധ്യം നമ്മളോട് കൂടി ഉണ്ടാകും. അപ്പോൾ ഉത്തരീയം ധരിക്കുന്നത്, കർമ്മലീത്ത ഉത്തരീയം ധരിക്കുന്നത് വലിയ ഒരു സംരക്ഷണമായിട്ട് തീരാറുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കുകയാണ്, ശരിയായ ഒരുക്കത്തോടെ ദണ്ഡവിമോചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന് മാമോദീസായിൽ ലഭിച്ച അതേ പ്രസാദപരാവസ്ഥ കിട്ടുമെന്ന് പറയുന്നു. സ്വീകരിച്ച ആ നിമിഷം മരിച്ചാൽ സ്വർഗത്തിൽ പോകും. ഒരിക്കൽ അമ്മ ത്രേസ്യ പുണ്യവതി ഒരു ദർശനം കാണുകയാണ്. വലിയ പ്രാർത്ഥനയുടെ വിശുദ്ധിയാണല്ലോ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ പടത്തിൽ. ഒരു സാധാരണ സിസ്റ്റർ, അധികം അറിയപ്പെടാതെ ജീവിച്ചിരുന്ന ഒരമ്മ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു. അപ്പോൾ അമ്മ ത്രേസ്യ പുണ്യവതി കാണുകയാണ്, ഈ അമ്മയുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലം പോലും കാണാതെ നേരെ സ്വർഗത്തിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ വണ്ടടിച്ച് നോക്കിയിരിക്കുകയാണ്, ഇതെന്ത് കളിയാ ഈ അമ്മ ഇങ്ങനെ കയറി പോകുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ വണ്ടടിച്ച് നോക്കിയിരിക്കുന്നത്? ആ അമ്മ ഈ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് കിട്ടാവുന്ന ദണ്ഡവിമോചനങ്ങളെല്ലാം സ്വീകരിച്ച് തങ്ങളുടെ കടങ്ങളുടെ പൂർത്തിയെല്ലാം നീട്ടി. എല്ലാ കടങ്ങളും ഈ ലോകത്തിൽ വെച്ച് തന്നെ ആ അമ്മ വീട്ടി. കാരണം ഓരോ ദണ്ഡവിമോചനം സ്വീകരിച്ച് എല്ലാ കടങ്ങളുടെ പൂർത്തിയും വീട്ടി. ഇത് അമ്മയ്ക്ക് ഒന്നും വീട്ടാനില്ലായിരുന്നു. അപ്പോൾ മരിച്ചപ്പോൾ നേരെ സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ ഈശോ നമ്മളെയും എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നിരിക്കുക. സഭ നൽകിയിരിക്കുന്ന ഒരു വലിയ ആനുകൂല്യമാണ് ഈ ദണ്ഡവിമോചനം. ഈ ദണ്ഡവിമോചനം സ്വീകരിച്ച് നമുക്ക് നമ്മുടെ കടങ്ങളുടെ പൂർത്തിയെല്ലാം ഈ ലോകത്തിൽ വെച്ച് തന്നെ വീട്ടാം. 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒത്തിരി പരിഹാരങ്ങളും പ്രായശ്ചിത്ത പ്രവർത്തികളെല്ലാം ചെയ്ത് നമ്മുടെ കടങ്ങൾ വീട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ തീർന്നില്ലെങ്കിൽ ശുദ്ധീകരണത്തിൽ പോയി കിടക്കുക. അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്നിടത്തോളം ദണ്ഡവിമോചനങ്ങളെല്ലാം സ്വീകരിച്ച് കടങ്ങളുടെ പൂർത്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ CMC ജയമാതാ പ്രോവിൻസിൻ്റെ പ്ലാറ്റിനം ജൂബിലിയാണ്. 75 വർഷം 1952 തുടങ്ങി 2027 ഏപ്രിൽ 8 ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി സമാപിക്കും. 2026 ഏപ്രിൽ 8 പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം ചെയ്തു. 2027 ഏപ്രിൽ 8 സമാപിക്കും. അപ്പോൾ ഈ ഒരു വർഷക്കാലം ഞങ്ങളുടെ CMC ജയമാതാ പ്രോവിൻസിലുള്ള ഏത് മഠത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും പൂർണ്ണ ദണ്ഡവിമോചനം പരിശുദ്ധ പിതാവ് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതൊരു വലിയ ആനുകൂല്യമാണത്. ആർക്കും തന്നെ കിട്ടാത്ത ഒരു ആനുകൂല്യമാണ്. 2026 ഏപ്രിൽ 8 മുതൽ 2027 ഏപ്രിൽ 8 വരെ ഈ ഒരു വർഷക്കാലം പാലാ പ്രോവിൻസിലുള്ള കർമ്മലീത്തായിലെ ഏത് മഠത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ഈ മഠത്തിനടുത്തുള്ളവർക്ക് ഓരോ ദിവസവും ആ മഠത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, കുമ്പസാരിച്ചിരിക്കണം, പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചിരിക്കണം, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ചിരിക്കണം, പിന്നെ പാപാവസ്ഥയിൽ പ്രസാദപരാവസ്ഥയിലായിരിക്കണം. അപ്പോൾ എത്രമാത്രം ദണ്ഡവിമോചനം നമുക്ക് ഓരോ ദിവസവും കിട്ടുന്നുണ്ട്. അപ്പോൾ CMC ജയമാതാ പ്രോവിൻസിനോട് അടുത്തുള്ള മഠങ്ങളിലുള്ള ഇടഭാഗങ്ങൾക്കൊക്കെ വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ വലിയ ആനുകൂല്യം സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ശുദ്ധീകരണ സ്ഥലത്തു നിന്നും
എത്രയും വേഗം ഈശോയുടെ തിരുമുഖ ദർശനത്തിന് വേണ്ടി നമുക്ക് കയറ്റിക്കൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം സ്വീകരിക്കാം. ദണ്ഡവിമോചനങ്ങളെല്ലാം സ്വീകരിച്ച് നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ വെച്ച് ഇനി കാണാമെന്നുള്ള പ്രതീക്ഷയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ.